കൊല്ലം കടക്കലിൽ സ്റ്റേഷനറി കടയുടെ ഗ്ലാസ് അടിച്ചു തകർത്ത് കവർച്ച നടത്തിയ സംഭവത്തിൽ 2 യുവാക്കൾ പിടിയിൽ. മോഷ്ടിച്ച വാഹനത്തിലെത്തിയാണ് കവർച്ച നടത്തിയത്. പിടികൂടിയ സമയം പ്രതികളിൽ ഒരാൾ പോലീസിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. 2 കൊലക്കേസിൽ പ്രതിയാണ് എന്നും പുറത്തിറങ്ങിയാൽ പണി തരുമെന്നുമായിരുന്നു ഭീഷണി. അതെ, എത്ര 13ാമത്തെ വയസ്സിൽ ജയിലിൽ കിടക്കാൻ തുടങ്ങിയാണ്. മനസ്സിലായ 2 കൊലക്കേസുണ്ട്. 302 അവനാണ്ട് ഒന്നാമത്തെ കേസ്. മോഷണക്കേസിൽ അറസ്റ്റിലായ പ്രതിയുടെ ഭീഷണിയാണിത്. തിരുവനന്തപുരം സ്വദേശികളായ ആദർശ്, യദുകൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. കടക്കൽ പാങ്ങലുകാട് ഫസൽദീന്റെ സ്റ്റേഷനറി കടയിലാണ് മോഷണം നടന്നത്. കടയുടെ മുൻഭാഗത്തെ ഷട്ടർ അടച്ച ശേഷം ഫസലുദ്ദീൻ ഉച്ചഭക്ഷണത്തിലായി വീട്ടിലേക്ക് പോയി. ഈ സമയം കടയിലെത്തിയ പ്രതികൾ കടയുടെ ഗ്ലാസ് ചില്ലുകൾ തകർത്തു. കടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണും 1500 രൂപയും കവർന്നു. സമീപത്തുണ്ടായിരുന്ന സ്ത്രീകൾ ഈ വിവരം കടയുടമയെ അറിയിച്ചു. അതിനിടെ കൈക്ക് പരിക്കേറ്റ 2 യുവാക്കൾ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവരാണ് പ്രതികളെന്ന് ഉറപ്പിച്ച ഫസലുദ്ദീൻ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെയാണ് ഭീഷണിയും അസഭ്യവർഷവും ഉണ്ടായത്. പ്രതി ആദർശാണ് പോലീസിനെ ഭീഷണിപ്പെടുത്തിയത്. വീഡിയോ എടുത്താലും എന്തിനെടുത്താലും ബ്രോ, എനിക്കൊരു കുഴപ്പമില്ല. നിന്റെ എന്തിനാണ് ഇപ്പൊ ചെയ്യാറുള്ളത്? പിന്നെ ഇതൊക്കെ പോലീസുകാരാണ്. നമ്മളെ പോലീസ് എന്നല്ല, നമ്മളെ പോലീസ് 3 സ്റ്റാർ ഉണ്ട്. വിളി വിളിച്ചോ. കടയ്ക്കകത്തുനിന്ന് ഒരു ഷാള് പൊതിഞ്ഞിരിക്കുന്നത് പൊതിയാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അടുത്തുള്ള ഗ്ലാസ് ഡോറ് പൊളിച്ച് കിടക്കുന്ന അതിലൊക്കെ ചോരയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കടയുടെ തൊട്ട് മുമ്പിലുള്ള ഒരു വീട്ടിലെ സ്ത്രീകൾ ഇറങ്ങി വന്ന് അവരും ഈ സൗണ്ട് കണ്ടുകൊണ്ട് വെളി വന്നപ്പോൾ 2 അവന്മാർ സ്കൂട്ടറിൽ കയറി പോകുന്നതാണ് കണ്ടത്. പോലീസ് ബലം പ്രയോഗിച്ചാണ് ഇരുവരെയും കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് മോഷ്ടിച്ച ബൈക്കിലെത്തിയാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.